കാത്തിരിപ്പിനൊടുവിൽ യാഥാർത്ഥ്യമായി വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞത്തെടുത്ത ആദ്യ ചരക്ക് കപ്പലായ സാൻ ഫെർണാണ്ടോയോ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു. 1930 കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്തിറക്കുക. നാളെ രാവിലെ 10 മണിക്ക് തുറമുഖത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചരക്കുകപ്പലിന് ഔദ്യോഗിക സ്വീകരണം നൽകും. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകുന്ന പരിപാടിയിൽ അദാനി ഗ്രൂപ്പ് ഡയറക്ടർ കരൺ അദാനിയും പങ്കെടുക്കുന്നതായിരിക്കും. ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനവും നാളെ നടക്കും. ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കാണ് സാൻ ഫെർണാണ്ടോയുടെ നിർമ്മാണം. 2015 ഓഗസ്റ്റ് 15 നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 9 വർഷങ്ങൾക്കിപ്പുറമാണ് യാഥാർത്ഥ്യമായത്. ഡ്രെഡ്ജിംഗ് നടത്താതെ സ്വാഭാവികമായി തന്നെ 20 മീറ്റർ ആഴമുള്ള കപ്പൽ ചാലെന്ന പ്രത്യേകതയാണ് വിഴിഞ്ഞത്തെ ഈ തുറമുഖത്തിനായി തിരഞ്ഞെടുക്കപ്പെടുന്നതിൽ നിർണായകമായത്. ഇന്ത്യൻ തീരത്തിന്റെ മുനമ്പായി നിൽക്കുന്ന ഇടമായതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മറ്റു തുറമുഖങ്ങളുമായി എളുപ്പം ബന്ധിപ്പിക്കാൻ സാധിക്കുമെന്ന പ്രത്യേകതയും തുറമുഖത്തിനുണ്ട്. PS അച്യുതാനന്ദൻ സർക്കാർ മുതൽ വിഴിഞ്ഞത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്നെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് 2015 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്താണ്. അതേസമയം 5000 തൊഴിലവസരങ്ങളുണ്ടാക്കുമെന്ന് വിലയിരുത്തപ്പെട്ട വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ സമയത്തിനിടയിൽ പലപ്പോഴായി പ്രദേശവാസികൾ സമരവുമായി രംഗത്തെത്തിയിരുന്നു.